പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 8:8 തിരുവചനം പറയുന്നു, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാം ജഡികരല്ല, ആത്മീയരാണ്. ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ജഡിക പ്രവണതകൾ അനുസരിച്ച് നാം ജീവിക്കരുത് എന്ന് പറയുന്നത്? ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്കാണ് നയിക്കുന്നത്. ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നമ്മെ നയിക്കും. ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് നാം ശരീരത്തിൻ്റെ പ്രവണതകളനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കേണ്ടതിനാണ്. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വീണ്ടും പാപം ചെയ്ത് ജഡികരായി ഈ ലോക മോഹങ്ങളിൽ മുഴുകി നാശത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ജഡികരായി ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, ശത്രുത, കലഹം, അസൂയ, കോപം, വിദ്വേഷം, മദ്യപാനം തുടങ്ങിയവയാണ്. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് തിരുവചനം പറയുന്നുണ്ട്. കാരണം വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. കാരണം ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. മനുഷ്യന് ശരീരവും മനസ്സും ആത്മാവും ഉണ്ട്. ആ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും നിയന്ത്രിച്ച് ആത്മാവിനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നശിച്ചു പോകുന്ന ജഡത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നാം ജീവിക്കരുത്. ആത്മാവിൻ്റെ രക്ഷയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നാം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നമ്മിൽ പാകിയിരിക്കുന്നതും നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.